ഹലോ, ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കി നോക്കിയാലോ. കുട്ടികളുടെയൊക്കെ ടിഫിൻ ബോക്സിൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമുള്ളൊരു ഐറ്റമാണ്. കുട്ടികളെ സംബന്ധിച്ച് എല്ലാം ഫ്രൈ ആണല്ലോ. പൊട്ടറ്റോ ആയാലും ബ്രിഞ്ചലായാലും വെണ്ടയ്ക്ക ആയാലും ഒക്കെ ഫ്രൈ ചെയ്തിട്ടാണ് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടം. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ബ്രിഞ്ചൽ എങ്ങനെ ഫ്രൈ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രിഞ്ചൽസ് കട്ട് ചെയ്യാണ്. തീരെ കനം കുറച്ച് വേണം കട്ട് ചെയ്യാൻ. പൊതുവേ കട്ടി കുറഞ്ഞൊരു സംഭവമാണിത്, പെട്ടെന്ന് വേവും ചെയ്യും. നമ്മൾ പരമാവധി കട്ടി കുറച്ചിട്ട് സ്ലൈസ് ചെയ്യുക, അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. വളരെ കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി. ഫിഷൊക്കെ ഫ്രൈ ചെയ്യണ പോലെ തിരിച്ചും മറിച്ചുവിട്ട് അങ്ങ് ഫ്രൈ ചെയ്താൽ മതി. വഴുതനങ്ങയുടെ ഒരു പ്രത്യേകത പുഴുക്കൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഓരോന്നും ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇത്രയും കനത്തിലാണ് ചെയ്യേണ്ടത്, ഒരുപാട് കട്ടിയിൽ ചെയ്യണ്ട. അങ്ങനെ നമ്മൾ എല്ലാ വഴുതനയും ഇങ്ങനെ ചെയ്തെടുക്കുക. നമ്മളിങ്ങനെ ഒരുമിച്ച് മസാല തേച്ചിട്ട് ഫ്രൈ ചെയ്യുകയാണ്. അപ്പോൾ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഞാൻ. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വിനീഗറാണ് ഒഴിക്കുന്നത്. വിനീഗറിൻ്റെ ഒരു പുളി വരുമ്പോഴാണ് ശരിക്കും ഇത് ഒരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. വെള്ളം മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം, പക്ഷെ ഞാൻ സാധാരണ ചെയ്യാറുള്ളത് വിനീഗർ ഒഴിച്ചിട്ടാണ്. അപ്പോൾ ഒരു പുളിപ്പും ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് പോലും കഴിക്കാൻ ഒരു ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ളൊരു ടേസ്റ്റാണ്. നമ്മളിങ്ങനെ കുറച്ചധികം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആവശ്യം ഉണ്ടാകുമ്പോഴത്ത് ഫ്രൈ ചെയ്താൽ മതി. ഞാനിപ്പോൾ കുറച്ചധികം ചെയ്യുന്നുണ്ട്. ഒരുമിച്ച് ഫ്രൈ ചെയ്യണില്ല എങ്കിലും മസാല തേക്കുന്നുണ്ട്. നമ്മൾ മീനൊക്കെ മസാല തേക്കണ പോലെ കുറേശ്ശെ അങ്ങനെ ഓരോന്നായിട്ട് എടുത്തിട്ട് വേണം ചെയ്യാൻ. ഒരുമിച്ച് അങ്ങ് കൈയിട്ട് ഇളക്കിയാൽ പോരാ, ഓരോന്നായിട്ട് എടുത്ത് അതുപോലെ തേച്ച് പിടിപ്പിക്കണം. മസാലയൊക്കെ പിടിച്ചു കഴിഞ്ഞാലാണ് ശരിക്കും ടേസ്റ്റ്. 1 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഞാനെല്ലാം അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാത്തിലും മസാല പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഞാനൊരു കണ്ടെയ്നറിലേക്ക് മാറ്റുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇടയ്ക്ക് ആവശ്യമുള്ള ദിവസങ്ങൾ എടുത്താൽ മതിയല്ലോ. ഇപ്പം ഞാൻ കുറച്ചേ ഫ്രൈ ചെയ്യണുള്ളൂ. ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ രാവിലെയൊക്കെ നമുക്ക് കുട്ടികൾ പോകാൻ സമയത്തൊക്കെ പെട്ടെന്ന് ഫ്രൈ ചെയ്യാൻ ഈസിയാണ്. ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ഒരുപാട് ഓയിൽ വേണ്ട, നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യണത്. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരുപാട് സമയവും വേണ്ട ഫ്രൈ ചെയ്യാൻ, പെട്ടെന്ന് തന്നെ റെഡിയാവും. അറിയാലോ, പൊതുവെ വഴുതനങ്ങ വേവ് കുറവുള്ളൊരു സംഭവമാണ്. മാത്രമല്ല നമ്മൾ നല്ല കട്ടി കുറച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിലും കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ ഇഷ്ടമുള്ളൊരു സംഭവമാണിത്. ഞാൻ സ്ഥിരമായിട്ട് ചെയ്യണതാണ്. കൂടുതലും ഇപ്പോൾ പച്ച കളറുള്ള വഴുതനങ്ങയാണെങ്കിൽ ഇത്ര ടേസ്റ്റ് തോന്നിയിട്ടില്ല ഈ ഒരു ഐറ്റത്തിന്. ഈ കളറ്, ഈ വയലറ്റ് കളറുള്ള വഴുതനങ്ങയാണ് കൂടുതലും ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. ഒരു മിനിറ്റ് ഈ സൈഡിലും 2-3 മിനിറ്റ് കൊണ്ട് റെഡി ആവുന്നൊരു സംഭവമാണ്. പെട്ടെന്ന് തന്നെ ആവും. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കരുത്, കാരണം നമ്മൾ മസാലയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഏത് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. ഓയിൽ കുറവ് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തതാണ്. 2 സൈഡിലോട്ടൊന്ന് തിരിച്ചും മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ വിനീഗറിൻ്റെ കാര്യം ഓരോരുത്തരുടെ ഇഷ്ടമാണ്. വിനീഗർ ഇഷ്ടമല്ല, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എങ്കിൽ ഒഴിവാക്കാം. ഇനിയിപ്പോൾ വളരെ കുറഞ്ഞ ഇതിലേ ഇഷ്ടമുള്ളൂ എങ്കിൽ കുറച്ച് വിനീഗർ ഒഴിച്ചിട്ട് ബാക്കി വെള്ളത്തിലും ആക്കാം. അപ്പോൾ ഞാൻ തിരിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. 2 സൈഡും മൊരിച്ചെടുത്തു. ഇപ്പോൾ കണ്ടല്ലോ, അതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, മക്കൾക്കൊക്കെ ഇഷ്ടമാവും. എന്നിട്ട് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു.